അടുത്തതായി അരങ്ങിൽ ചെസ് നമ്പർ 2 നാടകം പൊട്ടൻ. അഭിനേതാവ് സുന്ദരൻ രാമനാട്ടുകര. ശരിയാക്കി തരാം. ക്രിക്കറ്റ് കളിക്കാൻ വരില്ലല്ലോ, വെറുതെ ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ടോ. വേണ്ടാതെ പണിക്ക് പോവാൻ നിൽക്കണേ. അവന്റെ മൂട്ടിന് ഞാൻ പടക്കം വെച്ചു പോകും. എടാ വേഗം ആൾക്കാര് കുളിക്കണേ. ചെങ്ങായിമാരെ നിങ്ങൾ പോയിക്കോളി പോയിക്കോളിടോ. ഏട്ടൻ്റെ ഇവിടെ പൊയ്ക്കോ പൊയ്ക്കോ പോയിക്കടോ. അല്ല പ്രേമേട്ടാ നിങ്ങൾ പണിക്കോ പ്രേമേട്ടാ. അതോ അപ്പോയതോ അതോ ചെങ്ങായിമാരില്ല പ്രേമേട്ട, എല്ലാവരും ചെങ്ങായിമാരല്ലേ. രവി, ശശി, മധു, രഘു, രമ, ബൈജു, സൈജു, രതി, അശ്വതി, ഭരണി, കാർത്തിക എല്ലാരും ഉണ്ട്. അല്ലല്ല ബ്രോ പിന്നെ എന്തിനാ അവനെ നീ എപ്പോഴും ഇങ്ങനെ മൊയന്താക്കണമെന്നോ? ഓരോ പ്രേമേട്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറയാണെങ്കിൽ ഓരെല്ലാം മൊയന്തെന്ന് വിളിക്കുമ്പോ ഓരെന്നല്ലേ മൊയന്താവണത്. അല്ല പ്രേമേട്ട, അല്ലേ? ആണ് ഉളിത്തപ്പം ഭഗവതിയാണേ സത്യം. ഓരെല്ലാം മൊയന്താവണത്. പിന്നെ പ്രേമേട്ട, നിങ്ങൾ അന്ന് ഇവിടെ ബഷീറാക്കന്റെ മോളെ കല്യാണത്തിന് അന്ന് ഇതിനെ പറ്റി രാജേട്ടനോട് പറയുന്നത് ഞാൻ കേട്ട്. നിങ്ങളത് പറഞ്ഞപ്പോ സങ്കടായി സങ്കടായി. പ്രേമേട്ട, നിങ്ങളും പാവാട്ടോ പ്രേമേട്ട, നിങ്ങളും പാവാ. അന്ന് എന്റെ ഏട്ടൻ എന്നോട് പറയാ
എന്നോട് പറയാം. അന്നെ കൊണ്ട് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. എവിടെ ചെന്നാലും അന്നെ പറ്റിയുള്ള പരാതി മാത്രമുള്ളൂ. ഇന്നെ പറ്റിയുള്ള പരാതി മാത്രമുള്ളൂ. ഇന്നെ പറ്റിയുള്ള പരാതി മാത്രമുള്ളൂ. അല്ല, പരാതി കേൾക്കാൻ ഞാനതിന് മന്ത്രി ഒന്നല്ലല്ലോ. ആണോ? അല്ല, അങ്ങിട്ടോ നിന്റെ ഏട്ടൻ ഒരുപാട് തല്ല് കുടുങ്ങി ഞാൻ നേരത്തെ വീണപ്പോ സൂസിട്ട കാലുകൊണ്ട് പിന്നെ ചവിട്ടി പിടിച്ചിട്ട് ഏട്ടൻ പറയാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത മരപ്പൊട്ട. ഇന്റെ ഈ വർത്താനത്തിന് എന്തെങ്കിലും ഒരു കശപശ ഇത് തോന്നുന്നു. എന്താ പറയട്ടെ? എന്താ ഇല്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ ഏട്ടനെല്ലാം മരപ്പൊട്ടൻ. ഏട്ടനാ 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 മരപ്പൊട്ടൻ. അതിന് ശേഷം ഏട്ടൻ ഒരുപാട് തച്ചിട്ട് ഏട്ടനോട് പറയാം, ആ അമ്മേന്റെ വയറ്റില് എങ്ങനെ ഉണ്ടായി പോടാന്ന്. അതിന്റെ ഉത്തരക്കറിയാം. എന്റെ അമ്മയും അച്ഛനും കൂടി ഉളിമുത്തപ്പങ്കാവിന് ഉരുളി കത്തിട്ട ഞാൻ ഉണ്ടായതെന്ന് എന്റെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ പ്രേമട്ട വേറൊരു കാര്യം, ഇവിടെ കുറ്റിപ്പാറ അനിയേട്ടന്റെ വീട്ടിൽ കൂടുതലുണ്ട്. അന്ന് ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിട്ട് മേശപ്പുറത്ത് ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോ ഉസ്മാനും മജീദും കൂടി മേശന്റെ എതേ കൂടി തന്നെ ഇടങ്കാൽ വെച്ച് പുറത്ത് വേനായപ്പല്ലേ ഞാൻ ഓളെ കെടുപ്പിടിച്ച് അല്ലേ? അല്ലേ? ഇപ്പൊ വിജയേട്ട് വന്നിട്ട് എന്താ പറഞ്ഞു? ഇല്ലാത്ത കുറ്റം മുഴുവൻ എന്റെ പെരടിയിൽ ഇട്ടിട്ട് അത്ര കാട്ടാണ് നോക്കിക്കേ പിന്നെ അടിച്ച് നിങ്ങൾ കണ്ടല്ല പ്രേമട്ട. കണ്ട എന്ത് കല്യാണം? ആരെ കല്യാണം? എന്റെ ബാലിന് അതിപ്പോ എങ്ങനെ ശരിയാവാ? അതങ്ങനെ ശരിയാവാ? ബാലിന്റെ കല്യാണം അല്ല, ആ പെട്ടി കല്യാണം വേണ്ടേ? ഞാനല്ല മൂത്ത്. എനിക്ക് കല്യാണം വേണം. എനിക്കും വേണം കല്യാണം. പ്രേമട്ട നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ആരോടും പറയാൻ പോണില്ല. ഇക്കാര്യം നിങ്ങൾ പോയിക്കോളി. അത് ശരി. അതെ, ബാലന്റെ അഞ്ചനാ കുളിക്കും. ഓന്റെ ഏട്ടനാ ഞാൻ. ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഓന്റെ കല്യാണം. ഞാനാ മുക്ക്. ഏട്ടാ ഇത് വളർത്തി ഇത്തിരി കാര്യം പറയാണ്ട് പറയണ്ട. അതെ, ഇന്നെ ഇഷ്ടപ്പെടാനും ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് ഓളെ കല്യാണം കഴിക്കണം. സുജാതന് കല്യാണം കഴിക്കണം. ഓൾക്ക് സമ്മതം. പൊട്ട വെറുതെ മണ്ടത്രയും വിളിച്ചു പറയാതെ അവിടെ ഞാൻ പോയി കിടക്കണം. ഈ നാട്ടിൽ നിന്റെ പ്രായമുള്ള എത്ര ചെറുപ്പക്കാരുണ്ട്? ഓരാരെങ്കിലും പൊട്ടാന്ന് വിളിക്കണ്ടോ? ഇല്ലല്ലോ. ആരൊക്കെ വിളിച്ചാലും ഈ നാട്ടുകാരൊക്കെ വിളിച്ചാലും എന്റെ ഏട്ടൻ മാത്രം എന്നെ പൊട്ടാന്ന് വിളിക്കേട്ടോ. എനിക്ക് പൊട്ടാന്ന് പറയതേട്ടാ, പറയത്.
പിന്നെ നാട്ടുകാർ മുഴുവൻ പൊട്ടാ കളിക്കുന്നത് ഏട്ടനോട് നല്ല ചീത്ത പറഞ്ഞിട്ടില്ലേ? ഇല്ല ഏട്ടാ, ഇന്നെ ആരെങ്കിലും പൊട്ടാതെ പിടിക്കുകയാണെങ്കിൽ ഏട്ടൻ എന്നെ അടിക്കാടുക്കണ ഈ വടി പൊട്ടടിക്കണം. ആ കുഞ്ഞാവുന്ന ബാബുവിന്റെ ഗോപാലനാരൊക്കെ എപ്പോഴും ഇങ്ങനെ പൊട്ടാ കളിക്കും. ഓരൊക്കെ വലിയ ആൾക്കാരല്ലേ, ഓരൊക്കെ പോലത്തെ ആൾക്കാർ ട്രോസ് ഇട്ടാ പറയാ. അല്ല ഏട്ടാ പറയട്ടാ ഇന്നെ പൊട്ടാ അടിക്കുന്നത് പറയട്ടാ. നെറ്റ് പൊട്ടിയതോ? ഇനി നെറ്റ് പൊട്ടിയാട്ടികള് അല്ലേ? ഗോപാലനാരെ നെറ്റ് പൊട്ടിയതോ? ആൾ നെറ്റ് പൊട്ടട്ടെ ചോര പോയോ? ആൾ നെറ്റ് പൊട്ടി ചോര പോകണ്ടേ? പണ്ടാൾക്കാരൻ അതിൽ ചാവണം. അല്ല ആള് എന്റെ വയസ്സിൽ വന്നിട്ട് എപ്പോഴും പൊട്ടാച്ച ഞാൻ എന്താണ് ചെയ്യാൻ? ഏട്ടാ പറയട്ടാ ഏട്ടാ ഇന്നെ പൊട്ടാക്കിയത് പറയട്ടെ. ഏട്ടാ മുഖം വിളിക്കുള്ളൂ. ഏട്ടാ ഏട്ടൻ പോവാണെങ്കിലേ എനിക്ക് വൈകുന്നേരം ഏട്ടൻ വരുമ്പോ ഒരു പുതിയ കുപ്പായത്തുടി കൊണ്ടുവരൂ. അല്ല മഞ്ഞ കളറുള്ള ഏട്ടാ 220 തുണി മേടിച്ച നല്ല ലൂസായിട്ട് അടിക്കാൻ പറ്റുന്ന സുജാത പറഞ്ഞത്. ഓ അപ്പൊ അതാ കാര്യം. എടാ ആ പെൺകൊച്ച് നിന്നെ ശരിക്കും വട്ടാക്കാ. നീ കരുതും പോലെ ആ പെണ്ണിന് നിന്നോടൊരു സ്നേഹമില്ല, പ്രേമമില്ല. അല്ലെങ്കിൽ തന്നെ പ്രേമിക്കാൻ പറ്റുള്ളൂ. മോന്തി എന്താണ് മോദിക്ക് കുഴപ്പം? എന്റെ മോദിക്ക് കുഴപ്പം എന്താണ്? മോദിക്ക് കുഴപ്പം? എന്റെ മോദിക്ക് കുഴപ്പമുണ്ടോ? എന്റെ മോദി ഏതാ കുഴപ്പം? അമ്മ അച്ഛാ അമ്മ എല്ലാട്ടും പറഞ്ഞേ കേട്ടില്ല. അമ്മ മൂത്ത പോകാൻ പറഞ്ഞേ കേട്ടില്ലേ? ഇല്ലേ കണ്ട ഏത് പെൺകുട്ടിയാ പ്രേമിക്കാ? പറഞ്ഞേ കേട്ടില്ലേ? എന്റെ മുഖം അത്രയ്ക്ക് ഇഷ്ടം. അത് കുറ്റുണ്ടാവില്ല. പറഞ്ഞേ കേട്ടില്ല. ഞാൻ പൊട്ടനാ. എന്റെ സുജാതിനെ പൊട്ടത്താന്ന് വിളിച്ച അതെനിക്ക് സഹിക്കും. പിന്നെ സുജാതിനെ പൊട്ടത്തീന്ന് വിളിച്ച അതെനിക്ക് സഹിക്കൂലോ. സഹിക്കൂല. ഇതൊന്നും ശരിയല്ലാട്ടോ. വീതി കളിച്ചാൽ ഞാൻ മിണ്ടൂല. എന്തൊരു മണം. പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ചീത്ത സ്വഭാവം എനിക്കിഷ്ടമില്ലാന്ന്. സുജാത എന്റെ പെണ്ണാട്ടോ.
എപ്പോഴും ഇങ്ങനെ പൊട്ടാ വെച്ചിട്ടല്ലേ ഈ ചൂടായത്? ഞാൻ ഒരാളെ ഒരുത്തനല്ലേ സുഖേ അല്ലേ? എനിക്കില്ലേ അങ്ങനെ ഇങ്ങോട്ട് എന്തൊക്കെ ഇല്ലേ ഇല്ലേ ഇല്ലേ? അവന്റെ ഒരു സ്വപ്നം കാണുന്നു. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് വേളുണ്ടാക്കരുതെന്ന്. കയ്യും കാലും കെട്ടി മൂലക്കടിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യായിട്ടും ജന്മം. അയ്യേ, ഏട്ടൻ പേടിച്ച് തൂറിയില്ലേ? പിന്നെ വലിയ സൗണ്ടിൽ പറഞ്ഞാൽ പേടിച്ചെടുക്കണം. മറക്കരുത്, ഇത് വലിയൊരു മിമിക്രിക്കാരൻ അല്ല. പിന്നെ അല്ല തല ഞാൻ എന്റെ ഏട്ടനാ, ഒരു ഓർമ്മ ഉണ്ടായിക്കോട്ടോ. അല്ല എന്തേ ഇന്നെ പൊട്ടാളിക്കുന്നത് ഏട്ടാളിക്കുന്നത് കണക്കാം. എല്ലാരും മുഖം കുഴപ്പിച്ച് കൊല്ലണ്, ഈ ചിരിച്ചോണ്ട് കൊല്ലണ്. എന്താ പത്ര വ്യത്യാസം? അല്ല വലിയേട്ടനോട് പറഞ്ഞെടുക്കുന്നു ഇന്നെ പറ്റി. അല്ല ഇന്നെ പറ്റി അനക്ക് എന്താ ചേട്ടനോട് പറഞ്ഞെടുക്കാണ്? ഈ വഴി ഇന്നെപ്പറ്റി ഈ വലിയേട്ടനോട് പറയുകയാണെങ്കിൽ അന്നെപ്പറ്റിക്ക് ഒരുപാട് കാര്യം പറയാണ്ട്. എന്താ പറയാനുള്ളത്? അല്ല ഞാൻ പറയും ഇതിനോട് വെറുതെ പറയിപ്പിക്കണ്ട. ഞാൻ പറയും. എന്താ കഞ്ചാവ് വീട് കളിക്കില്ലേ? കോളനിയിൽ പോയിട്ട് നാടില്ലാത്ത കുടിക്കില്ലേ? കുടുംബത്ത് പറക്കാത്ത പെണ്ണുങ്ങൾക്ക് പോകില്ലേ? പിന്നെ എന്റെ ഫോണിൽ നിറച്ചും തുണിക്കാത്ത പെണ്ണുങ്ങളെ പോട്ടാന്ന് ഞാൻ വലിയേട്ടൻ വന്നാ പറഞ്ഞു കൊടുക്കല്ലോ. അനാവശ്യം പറയുന്നോടാ നായ. എന്റെ ഏട്ടനാന്ന് ഞാൻ നോക്കൂല. അടിച്ച് കയ്യും കാലം മുറിച്ച് മൂലക്കിടും. മനസ്സിലാടാ കഴുതേ. പൊട്ട, ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോ എന്റെയും സുജാതയുടെ കല്യാണം ഉടനെ ഉണ്ടാവും. കൂളിമുത്തപ്പൻ കാവലാണ് കെട്ട്. വല്യേട്ടൻ സുജാതയുടെ അച്ഛൻ ഭരതേട്ടനുമായി ഇപ്പൊ അത് ഉറപ്പിക്കും. എന്താ
സുജാതനിലെയും കല്യാണം, എന്റെ സുജാതനിലെയും കല്യാണം ഓള് സമ്മതിച്ചാല്, ഓള് സമ്മതിച്ചോ? വലിയേട്ടന്റെ മുറിയിൽ എന്താ ഒരു വർത്താനം കേട്ടത്? എന്താ സുജാതന്റെ അച്ഛൻ വർത്താനം കേട്ടത്? എന്താ അച്ഛനും കൂടി പറഞ്ഞേ കേട്ടില്ലേ? പറഞ്ഞേ കേട്ടില്ല അമ്മേ. അച്ഛാ സ്വത്തും മോതിരൊന്നും വേണ്ടട്ടോ. എനിക്ക് സ്വത്തും മോതിരൊന്നും വേണ്ട അമ്മേ. നിന്റെ സ്വത്തും മോതിരൊക്കെ നിന്റെ അഞ്ചിനും നിന്റെ വല്യാടിനും എടുത്തോട്ടോ അമ്മേ. എനിക്ക് സുജാതിനെ മാത്രം മതിയെന്ന് പറയമ്മേ. അമ്മേ സുജാതിനെ മാത്രം മതിട്ടോ. എനിക്കിന്റെ സുജാതിനെ മാത്രം മതി. എനിക്കിന്റെ സുജാതിനെ മാത്രം മതി. എനിക്കിന്റെ സുജാതിനെ മാത്രം സുഹൃത്ത്, എന്റെ അനുജൻ കാച്ചിരാത്ത് ബാലനും പൂങ്കൽ ഭരതന്റെ മകൾ സുജാതയും 2025 ജനുവരി 15-നും 11-നും 12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കൂളിമുത്തപ്പൻ കാവിൽ വെച്ച് വിവാഹിതരാവുകയും ആ മംഗളമുഹൂർത്തത്തിൽ തങ്ങളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളും എന്ന് കാച്ചിരാത്ത് ഭാസ്കർ.